ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ മാസം നടക്കുന്ന സൗഹൃദ മത്സരങ്ങൾക്കുള്ള ബ്രസീലിന്റെ സ്ക്വാഡിനെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഭൂരിഭാഗം വരുന്ന ബ്രസീലിയൻ ആരാധകരെയും ഈ സ്ക്വാഡ് തൃപ്തിപ്പെടുത്തിയിട്ടില്ല. അതിന്റെ കാരണം നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്താത്തത് തന്നെയാണ്. മാത്രമല്ല, മറ്റൊരു സൂപ്പർ താരമായ ആന്റണിയെ ഇതുവരെ പരിഗണിക്കാനും ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിട്ടില്ല. പകരം ആ വിങ്ങിലേക്ക് ലൂയിസ് ഹെൻറിക്കെ എന്ന താരത്തെയാണ് കാർലോ ആഞ്ചലോട്ടി പരിഗണിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കണക്ക് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് സമീപകാലത്ത് ലൂയിസിനേക്കാൾ എന്തുകൊണ്ടും മികച്ച പ്രകടനം നടത്തുന്നത് ആന്റണിയാണ്. പക്ഷെ അദ്ദേഹത്തെ പരിഗണിക്കാൻ കാർലോ ആഞ്ചലോട്ടി ഇതുവരെ തയ്യാറായിട്ടില്ല. കാർലോ ആഞ്ചലോട്ടി ആന്റണിയോടും തൻ്റെ ആ ഒരു വിവേചനം കാണിക്കുകയാണ്, അതല്ലെങ്കിൽ ക്രൂരത കാണിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അവസാനത്തെ 30 മത്സരങ്ങളിലെ ക്ലബ്ബ് മത്സരങ്ങളിലെ 2 താരങ്ങളുടെയും പ്രകടനം നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ലൂയിസ് ഹെൻറിക്കയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2 ഗോളുകളും 2 അസിസ്റ്റുകളുമാണ് അവസാനത്തെ 30 ക്ലബ്ബ് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. 62 ഡ്രിബിളുകൾ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തു, 27 കീ പാസുകൾ അദ്ദേഹം നൽകി, 6 ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. ഇങ്ങനെയാണ് ലൂയിസിന്റെ കണക്ക് വരുന്നത്. അതായത് കേവലം 4 ഗോൾ പങ്കാളിത്തങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഇനി ആന്റണിയുടെ അവസാനത്തെ 30 ക്ലബ്ബ് മത്സരങ്ങളിലെ കണക്കുകൾ നോക്കുമ്പോൾ 10 ഗോളുകളും 8 അസിസ്റ്റുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. 22 ഡ്രിബിളുകളാണ് അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുള്ളത്, 51 കീ പാസുകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്, 10 ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ആന്റണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഡ്രിബിളുകളുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ലൂയിസ് മുന്നിട്ട് നിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കണക്കുകളിലും ആന്റണിയാണ് മികച്ച പ്രകടനം നടത്തിയിട്ടുള്ളത്. ഇങ്ങനെ നല്ല രൂപത്തിൽ കളിക്കുന്ന ആന്റണിയെ ഇപ്പോൾ ടീമിൽ ഉൾപ്പെടുത്താൻ കാർലോ ആഞ്ചലോട്ടി തയ്യാറായിട്ടില്ല. ഇതും ബ്രസീലിയൻ ആരാധകർക്കിടയിൽ ഇപ്പോൾ വലിയ രോഷം വർദ്ധിപ്പിച്ച ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമിനെ വീണ്ടും കാണാം.